14 मिनरल्स एंड रूटाइल लिमिटेड से जुड़े एक और घोटाले में आरोपियों ने सीधे मुख्यमंत्री और उनकी बेटी तक को रिश्वत दिए जाने की बात स्वीकार की है। That the BJP is attempting to capture all the institutions of our country, whether it is the judiciary, whether it is the election commission, whether it is the CBI, ED, income tax department, whether it is the high bureaucracy, the RSS is infiltrating their people into these. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പാർലമെന്റിൽ ഇത്തവണ അവരുടേതായ ഒരു പ്രതിനിധി ഉണ്ടാവണമെന്നാണ്. മോഹം ആർക്കുമാകാലോ. സാധാരണ BJP പ്രവർത്തകനുമാകാം, നരേന്ദ്രമോദി വരെയുള്ള പ്രധാനമന്ത്രിക്കുമാകാം. തെരഞ്ഞെടുപ്പ് ഗോതയെ ഇളക്കി മറിച്ച് നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും കേരളത്തിൽ. മോദിയെ സഹായിക്കാൻ കേരളവും ഡൽഹിയിലേക്ക് MP-മാരെ അയക്കണമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി സംസ്ഥാന ഭരണത്തിനെതിരെ ആഞ്ഞടിച്ചു. കരുവന്നൂർ എക്സാലോജിക്ക് സ്വർണ്ണക്കടത്ത് വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു കടന്നാക്രമണം. BJPക്കെതിരെ പ്രത്യയശാസ്ത്ര പോരാട്ടമാണ് നടത്തുന്നതെന്ന് പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധി അവരുടെ പ്രകടന പത്രികയെ പരിഹസിച്ചു. സംസ്ഥാന സർക്കാരിനെതിരായ വിമർശനം രാഹുൽ ഗാന്ധി ഒഴിവാക്കിയെന്നത് ശ്രദ്ധേയമാണ്. നരേന്ദ്രമോദിയുടെ മോഹം നടക്കില്ലെന്നും കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ പോലും BJP രണ്ടാം സ്ഥാനത്ത് പോലും വരില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. മോദിയെ കേരളം സഹായിക്കുമോ? കേരളത്തിൽ മോദി പ്രഭാവമുണ്ടോ? സംസ്ഥാന സർക്കാരിനെതിരായ വിമർശനം വോട്ടാകുമോ? പ്രത്യയശാസ്ത്ര പോരാട്ടത്തിൽ രാഹുലിനൊപ്പം ആരൊക്കെ? ഈ ചർച്ചയിൽ ശ്രീ A. സമ്പത്ത് CPM, ശ്രീമതി ദീപ്തി മേരി വർഗീസ് കോൺഗ്രസ്, ശ്രീ KVS ഹരിദാസ് BJP എന്നിവർ. വളരെ ചെറിയ ഒരു ഇടവേള, അതിനുശേഷം ചർച്ചയിലേക്ക്. ആദ്യം ശ്രീമതി ദീപ്തി മേരി വർഗീസ്. ഇത് 7ാം തവണയാണ് സമീപകാലത്ത് പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്നത്. ഇന്നത്തെ പരിപാടികളുടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കേരള സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ, കരുവന്നൂർ വിഷയത്തിൽ അടക്കം വലിയ വിമർശനങ്ങൾ പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നു. സംസ്ഥാന സർക്കാരിനെ അല്ലെങ്കിൽ സംസ്ഥാന ഭരണത്തെ നയിക്കുന്നവരെ നേരിട്ട് കടന്നാക്രമിക്കുകയാണ്. അപ്പോൾ ആ നിലയ്ക്ക് CPM ആണ് ഇവിടെ BJPയുടെ വിമർശനത്തിന് ഇരയാവുന്നത്. അതിന് മറുപടിയായി മുഖ്യമന്ത്രിയും സംസാരിക്കുന്നു. അങ്ങനെ BJP വേഴ്സസ് ലെഫ്റ്റ് എന്നൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാക്കപ്പെടുന്നുണ്ടോ? ഒരർത്ഥത്തിലും അങ്ങനൊരു പെർസ്പെക്റ്റീവ് ഇല്ല എന്ന് മാത്രമല്ല, ഇത് കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനങ്ങളൊന്നും അത് വിശ്വസിക്കാനും പോകുന്നില്ല. കാരണം BJPയെ സംബന്ധിച്ച് ഇതെല്ലാം ഒരു ജുംലയാണ്. അത് അവർ തന്നെ പറഞ്ഞതാണ്. അത് കോൺഗ്രസ് നേതാക്കന്മാരോ മറ്റേതെങ്കിലും പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കന്മാരോ അല്ലല്ലോ പറഞ്ഞത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ അവർ പറയുന്ന ഒരു കാര്യമാണ്. അമിത്ഷാ പറയുന്നു, ഇവിടെ ശ്രീധരൻപിള്ള പറയുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയും. അതൊക്കെ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം പറയുന്നതാണ്. അത് BJPയുടെ മുഖമുദ്രയാണ്. അത് ഈ രാജ്യത്തെ ജനങ്ങൾ മറന്നിട്ടില്ല. അതുപോലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? BJPയെ സംബന്ധിച്ച് അവരുടെ ഇൻറ്റേർണൽ സർവേയിൽ പോലും, മറ്റു പല സർവേകളും നടന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ BJP വളരെ പിന്നിൽ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള സർവേകളൊക്കെ പുറത്തു വന്നിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ തന്നെ സർവേയിൽ പല സംസ്ഥാനങ്ങളിലും, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള, ബീഹാർ ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടി പിന്നിലേക്ക് പോകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ BJPയെ സംബന്ധിച്ച് പുതിയ നറേറ്റീവ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്താണ് നരേന്ദ്രമോദി ഇവിടെ വന്ന് പ്രസംഗിച്ചിരിക്കുന്നത്? അദ്ദേഹം പ്രധാനമന്ത്രിയല്ല, ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയല്ല. അദ്ദേഹം 3ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വന്ന് പറയുന്നത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും നടത്തിയ അഴിമതിയെക്കുറിച്ച്. അത്തരത്തിലൊരു അഴിമതി നടത്തിയാൽ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പ്രതിപക്ഷ നേതാക്കന്മാരെ എന്താണ് BJP ചെയ്തിട്ടുള്ളത്? അത്തരത്തിൽ എന്താണ് ഇവിടെ മാത്രം, കേരളത്തിൽ മാത്രം ഒരു നടപടി എടുക്കാൻ കഴിയാത്തത്? ഇതൊക്കെ ജനങ്ങൾ ചിന്തിക്കില്ലേ? അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് പറയുകയാണ് ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആണ് സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നു. ഇവിടെ മുഖ്യമന്ത്രിയുടെ മകൾ അഴിമതി നടത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. എന്നിട്ട് ഏത് തരത്തിലുള്ള അന്വേഷണമാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്? SFIOയെ വെച്ച് അന്വേഷിച്ചു. 2021 അതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം. എന്നാലും ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. 2021 ED വന്ന് അന്വേഷിച്ചിട്ട് അത് ആവിയായി എങ്ങോട്ട് പോയി എന്ന് ആർക്കും അറിയില്ല. അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. ED വന്ന് അന്വേഷിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷം
ഈ SFIOയുടെ അന്വേഷണം വന്നു. SFIOയുടെ എന്താണ് അന്വേഷണം നമുക്കറിയാം. ഒരു ഏജൻസിയെ അന്വേഷിച്ചിട്ട് ഇത് മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് EDക്കോ CBIക്കോ കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് 10 മാസം കഴിഞ്ഞ് തീരുമാനിക്കും എന്ന് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ CPMനെ പ്രശ്നത്തിലാക്കുക, CPMന്റെ തലയ്ക്ക് മുകളിൽ ഡെമോക്രസിന്റെ വാൾ പോലെ അന്വേഷണം കിടക്കുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പ്രധാനമന്ത്രി തൃശ്ശൂരിൽ CPMന്റെ അക്കൗണ്ടുകളിലാണ് പിടികേണ്ടിരിക്കുന്നത്. IT ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് തൃശ്ശൂരിൽ ED കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിൽ CPMന്റെ നേതാക്കൾ, ജില്ലാ സെക്രട്ടറി MM വർഗീസ്, മുൻ MP PK ബിജു, AC മൊയ്തീൻ, ഇങ്ങനെ നേതാക്കൾ ചോദ്യമുനയിലാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളുടെ പാർട്ടി നേതാക്കളല്ല, അവരാണ് ചോദ്യം ചെയ്യലിന് വിധേയരായിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിലെ CPMന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഈ തരത്തിൽ ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിൽ മരവിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ആക്ഷനും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അല്ല ആ ആക്ഷൻ എന്തിനു വേണ്ടിയുള്ള പ്രത്യേകതര ആക്ഷനാണെന്നൊക്കെ ഈ സംസ്ഥാനത്തുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാകും. എന്തുകൊണ്ടാണ് AC മൊയ്തീനെ അറസ്റ്റ് ചെയ്യാതെ, എന്തുകൊണ്ടാണ് ഇവരെയൊക്കെ ചോദ്യം ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട് എന്നുള്ളതല്ലാതെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചല്ലോ. കഴിഞ്ഞ ദിവസം അതുമായി ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഞങ്ങളുടെ നേതാവാണ് അനിൽ അക്കരെ. ഇതേ പാനലിൽ തന്നെ അഭിലാഷിൻ്റെ തന്നെ ഒരു ചർച്ചയുണ്ടായിരുന്നല്ലോ, വളരെ വ്യക്തമായി പറഞ്ഞില്ലേ എന്തെല്ലാം തെളിവുകളാണുള്ളത്. അറസ്റ്റ് ചെയ്യാനുള്ള മുഴുവൻ തെളിവുകൾ ഉണ്ടായിട്ടും അറസ്റ്റ് ചെയ്യാതിരിക്കുക, ഇത് ഇവർ BJPയും CPMും തമ്മിലുള്ള ഒത്തുകളിയാണെന്നുള്ളത് ആർക്കാണ് മനസ്സിലാകാത്തത്? ഈ കേരളത്തിൽ സംഭവിച്ച മുഴുവൻ വിഷയങ്ങളും നമ്മൾ എടുത്തു നോക്കൂ. CPMുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലും ഒരു തരത്തിലുള്ള സീരിയസ് ആയിട്ടുള്ള അന്വേഷണം നടക്കുന്നില്ല. ഇത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ഒരു അന്വേഷണമല്ലേ കരുവന്നൂരിൽ നടക്കുന്നത്? ഈ കരുവന്നൂരിന്റെ കാര്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവിടെ വന്ന് പറയുന്നു, കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത പോലെ എന്തുകൊണ്ടാണ് ഇവിടെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്തത്? കേരളത്തിലെ ഈ നാട്ടിലെ ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങളെ ഒന്നും അഭിസംബോധന ചെയ്യാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല. ഇവിടെ അഴിമതി എന്ന് ഇവിടുത്തെ ഗവൺമെന്റ് നടത്തിയ അഴിമതിയെ കുറിച്ച് പറയുന്നു. ശരിയാണ്, ഒരു മിനിറ്റ്. ഈ അഴിമതിയെ കുറിച്ച് പറയുമ്പോൾ BJPയുടെ ഗവൺമെന്റ് രാജ്യം മുഴുവൻ നടത്തുന്ന അഴിമതിയുണ്ട്. ഇലക്ട്രൽ ബോണ്ട് വെച്ച് PM കെയർ ഫണ്ട് വെച്ച് നടത്തിയ അഴിമതികൾ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അപ്പൊ ആ അഴിമതികളെ കുറിച്ചൊന്നും പറയാതെ ഇവിടെ വന്ന അഴിമതികളുണ്ട് എന്ന് പറയുകയും ഇവിടെ ജനങ്ങളെ ബാധിക്കുന്ന അടിസ്ഥാനപരമായ ഒരു പ്രശ്നത്തെയും അഭിസംബോധന ചെയ്യാതെ മുമ്പോട്ട് പോകുന്നു. എന്താണ് ഇപ്പൊ BJP പറയുന്നത്? രാഹുൽ ഗാന്ധി മട്ടൺ കഴിക്കുന്നു, മത്സ്യം കഴിക്കുന്നു. എന്തുകൊണ്ടാണ് പെട്രോളിന്റെ ഡീസലിന്റെ വിലക്കയറ്റത്തെ കുറിച്ച് പറയാം? എന്തുകൊണ്ട് കേരളത്തിൽ ഇത്തരം ഇഷ്യൂസ് BJP ഉയർത്തുന്നു? ഞാൻ CPMലേക്ക് വരുന്നതിന് മുമ്പ് KVS ഹരിദാസ് സ്വർണ്ണ കള്ളക്കടത്ത് പരാമർശിക്കുന്ന പ്രധാനമന്ത്രി 4 കൊല്ലം മുമ്പ് നടന്നതാണ്. 3 സെൻട്രൽ ഏജൻസീസ് അന്വേഷിച്ച വിഷയമാണ്. അതിൽ പൊളിറ്റിക്കൽ കണക്ഷൻ ഉണ്ട് എങ്കിൽ മുഖ്യമന്ത്രിയോ അതല്ലെങ്കിൽ മന്ത്രിമാരോ അതല്ലെങ്കിൽ നേതാക്കളോ ഒക്കെ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ ഈ 4 ഏജൻസികൾ അന്വേഷിച്ചിട്ട് 3 ഏജൻസികൾ അന്വേഷിച്ചിട്ട് 4 വർഷം കൊണ്ട് ഇവരെ പൂട്ടാൻ കഴിയില്ലേ? ഒന്നാമത്തേത്. രണ്ടാമത്തേത് നോക്കൂ, ഈ കരുവന്നൂർ വിഷയം പുറത്തേക്ക് വന്നിട്ട് 2 വർഷത്തിലധികമായി. ഇനി എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ഈ ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് വന്നിട്ട് തന്നെ ഒരുപാട് മാസങ്ങളായി, 1 വർഷത്തിനടുത്തായി. അപ്പോൾ ഇതൊന്നും പുതിയ കാര്യമല്ല. പ്രധാനമന്ത്രി ഇതൊക്കെ ഇങ്ങനെയാണ്, കുഴപ്പമാണ്, പ്രശ്നമാണെന്നൊക്കെ ഇവിടെ നിന്ന് പ്രസംഗിച്ചാൽ മതിയോ? അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഏജൻസികൾ ഉണ്ടായിരുന്നില്ല? ഇതിലൊക്കെ വലിയ കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ നേരത്തെ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ. അഭിലാഷ്, ഇന്ന് നരേന്ദ്രമോദി കേരളത്തിൽ ഉന്നയിച്ച വിഷയങ്ങളുടെ പ്രാധാന്യം അത് കുറച്ച് കാണാൻ നിങ്ങളാരും ശ്രമിക്കേണ്ടതില്ല എന്ന് ആദ്യമായിട്ട് സൂചിപ്പിക്കട്ടെ. കഴിഞ്ഞ കുറേ നാളായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിനെ മതിക്കുന്ന വിഷയങ്ങളാണ് ഓരോന്നും. കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് ഓരോന്നും. അതിൽ പരിസമാപ്തി എത്തിയോ? അത് രണ്ടാമത്തെ കാര്യം. സ്വർണ്ണക്കടത്തിൽ അന്വേഷണങ്ങൾ പലതും നടന്നു, നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ അംഗീകരിക്കുന്നുണ്ട് അത്. പക്ഷെ അത് പൂർണ്ണമായിട്ടില്ല, ഇനിയും പലതും പുറത്തു വരാനുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടാവും. നമുക്ക് കാത്തിരിക്കാം. അതിൻ്റെ മുഴുവൻ അന്വേഷണവും കഴിഞ്ഞു, ബാക്കിയുള്ളവരൊക്കെ പുറത്താണ് എന്ന് വിചാരിച്ച് നടക്കുന്ന കുറച്ച് പേരുണ്ട്. അവർക്കും കൂടിയുള്ള വ്യക്തമായ മെസ്സേജാണ് ഇന്ന് നരേന്ദ്രമോദി നൽകിയത്. കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഓരോ കാര്യത്തിലും എടുക്കുന്ന സമയത്തെക്കുറിച്ച് ചില കേസുകൾ വേഗം തീർക്കാൻ പറ്റും, ചിലത് പറ്റിയെന്ന് വരില്ല. കാരണം പലതിനും പല റേഞ്ചാണുള്ളത്, പല സ്വഭാവമാണുള്ളത്. രണ്ടാമത്തേത്, ഇപ്പോൾ നിങ്ങളൊക്കെ സൂചിപ്പിച്ചത് കരുവന്നൂർ കേസാണ്. ശരിയാണ്, കരുവന്നൂർ കേസിൻ്റെ അന്വേഷണം തുടങ്ങിയിട്ട് കുറേ നാളുകളായി.
അതിൽ ഇന്ന് നരേന്ദ്രമോദി നൽകിയ ഒരു വാഗ്ദാനമുണ്ട്. ഇന്ന് മാത്രമല്ല, അദ്ദേഹം നേരത്തെ ആലത്തൂരെ BJPയുടെ സ്ഥാനാർത്ഥിയുമായിട്ട് സംസാരിക്കുമ്പോഴും അത് സംബന്ധിച്ച് ചില സൂചനകൾ നേരത്തെ നൽകിയിരുന്നു. അവിടെ കണ്ടുകെട്ടിയ പണം, ആ പണം മുഴുവൻ അവിടെ പണം നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കാൻ കഴിയുമോ എന്ന് അന്വേഷിക്കും, അതിനുള്ള പഠനം നടത്തും, അതിന് നിയമം അനുവദിക്കുമോ എന്ന് പരിശോധിക്കും എന്ന് പറഞ്ഞില്ലേ? അല്ല, കേരളത്തിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ തന്നെ പറഞ്ഞ കാര്യമാണ്. കണ്ടുകെട്ടിയ പണം നിക്ഷേപകർക്ക് കൊടുക്കുന്ന, അവരുടെ നിക്ഷേപമായിരുന്നല്ലോ, നിക്ഷേപകർക്ക് കൊടുക്കുന്ന കാര്യത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് നിയമപരമായ സാധ്യതകൾ ഉണ്ട് എന്നാണ് കാണുന്നത്. അത് നിയമപരമായി നടക്കേണ്ട, അതല്ലെങ്കിൽ സാങ്കേതികമായി നടക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ഉന്നയിക്കുമ്പോൾ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നടന്നു? ഞാൻ പറഞ്ഞില്ലേ, 2020 നടന്ന ഒരു സംഭവം, അതിനകത്ത് 3 ഏജൻസികളുടെ അന്വേഷണം കഴിഞ്ഞു. അതിൻ്റെ രണ്ട് ഏജൻസികൾ ചാർജ് ഷീറ്റ് കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ കേസിൽ പ്രതിയായ ആൾ കുറെ വെളിപ്പെടുത്തൽ നടത്തിയിട്ട് 1.5 വർഷമായി. വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇത് ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയില്ലേ എന്ന് പ്രസംഗിച്ചുകൊണ്ട് എന്താ ഈ കാര്യം? അഭിലാഷേ, ഞാൻ ഒരു സിമ്പിൾ ചോദ്യം ചോദിച്ചോട്ടെ. അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളാരാ? മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നില്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ മുഴുവൻ നിയന്ത്രണം കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയായിരുന്നില്ലേ? ഇതിനേക്കാൾ കൂടുതൽ തെളിവ് ഇനി കേരളത്തിലെ ജനങ്ങൾക്ക് വേണോ? ബാക്കി നടപടികൾക്ക് ചില സമയം ഉണ്ടാവുമായിരിക്കും, അതിന് അന്വേഷണം നടക്കുന്നുണ്ടാവും. ഞാൻ അന്വേഷണ ഏജൻസിയുടെ വക്താവൊന്നുമല്ല. പക്ഷേ ആ കേസ് കോടതിയുടെ മുമ്പിലാണ്, ട്രയൽ സ്റ്റേജിലാണ്. ആ കേസിൽ തീരുമാനം ഉണ്ടാവട്ടെ. കേസിൽ തീരുമാനം ഉണ്ടായിട്ടില്ല, ഇപ്പോഴും കോടതിയിലാണ്. പക്ഷേ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള കക്ഷികളെക്കുറിച്ച് നമുക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? അതിനപ്പുറത്ത് ആരെങ്കിലും ഉണ്ടോ എന്നും നരേന്ദ്രമോദി പറഞ്ഞിട്ടില്ല. പക്ഷേ കേരളം കേന്ദ്രീകരിച്ചാണ് സ്വർണ്ണക്കടത്ത് നടന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ മുഖ്യമന്ത്രിയുടെ മകളെ ബന്ധിപ്പിക്കുന്ന വിഷയമാണ്. അതൊരു കേരളം ചർച്ച ചെയ്ത വിഷയമല്ലേ? ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമല്ലേ? അത് അദ്ദേഹം ഉന്നയിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? ചർച്ച മാത്രമേ ഉള്ളൂ, അതില് ഉന്നയിക്കൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് ചോദിക്കാം. അല്ല, ഞാൻ ചോദിക്കട്ടെ, എക്സാലോജിക്ക് ഉൾപ്പെടെയുള്ള കേസുകളിൽ അന്വേഷണം നടക്കുന്നില്ലേ? നിങ്ങൾക്ക് സംശയമുണ്ടോ? അന്വേഷണം നടക്കുന്നില്ലേ? ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് എന്താണ്? അതിൻ്റെ അടുത്ത നടപടി എന്താണ്? അതിൽ ഇനി EDക്ക് ഇടപെടാൻ സാധ്യതയുണ്ടോ? ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കാത്തിരിക്കൂ. നിങ്ങൾ തിടുക്കം കാണിക്കല്ലേ. ഇപ്പോൾ ഒരു കാര്യം കൂടി, തോമസ് ഐസക്കിന് സംബന്ധിച്ച് എത്ര തവണ കൊടുത്തു? 6-7 തവണ കൊടുത്ത് അദ്ദേഹം ഹാജരായിട്ടില്ലല്ലോ. പക്ഷേ മറ്റ് ചില CPM നേതാക്കന്മാർ കരുവന്നൂർ പോലുള്ള കേസുകളിൽ ഇപ്പോൾ EDക്ക് മുമ്പിൽ ഹാജരാവാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം വരില്ല എന്ന് പറഞ്ഞ് മാറി നിന്നവരാണ്. അപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. ആ അഴിമതി കേസുകൾ മുഴുവൻ ലക്ഷ്യം കാണും എന്നല്ലേ മോഡി പറഞ്ഞതിന്റെ മെസ്സേജ്? അത് കേരളത്തിലെ ജനങ്ങൾക്കുള്ള മെസ്സേജാ, അഴിമതിക്കെതിരായിട്ടുള്ള മെസ്സേജാ. ഒരു ഘട്ടം മാത്രമേ ഉള്ളൂ. അത് വേറെയും പലതും മോഡി പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് അടുത്ത ഘട്ടത്തിൽ വരാം. ഓക്കെ. ഇവിടെ ശ്രീ A. സമ്പത്ത് നോക്കൂ, മുഖ്യമന്ത്രിയുടെ ഭേട്ടിയെക്കുറിച്ച് വരെ പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം. കേരളത്തിൽ കൊള്ള നടത്തുന്നു. CPMന്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി 100 കോടി രൂപയാണ് സ്വന്തമാക്കി വെച്ചിരിക്കുന്നത് തുടങ്ങി പാവപ്പെട്ടവരുടെ പണം കൊള്ളയടിക്കുകയാണ്. ആ പണമൊക്കെ ഞങ്ങൾ തിരിച്ചു കൊടുക്കും എന്ന് ജനങ്ങളോട് സംസാരിക്കുകയാണ് പ്രധാനമന്ത്രി കേരളത്തിൽ വന്നിട്ട്. അഭിലാഷേ, നമ്മുടെ ഈ ചർച്ചയിൽ പ്രിയപ്പെട്ട ഹരിദാസ് ചേട്ടനും അഡ്വക്കേറ്റ് ദീപ്തിയും പറഞ്ഞ കാര്യങ്ങളുടെ ചുവട് പിടിച്ച് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രധാനമന്ത്രിക്ക്, അദ്ദേഹം പ്രധാനമന്ത്രി എന്ന നിലയിലായാലും അല്ല BJPയുടെ അഖിലേന്ത്യാ നേതാവ് എന്നുള്ള നിലയിലായാലും എത്ര തവണ വേണമെങ്കിലും ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് സ്വാഗതം. അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രസംഗത്തിനായാലും തൻ്റേതായ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനത്തിനായാലും കേരള സർക്കാരിനെതിരായി വിമർശനങ്ങളും നുണപ്രചരണങ്ങളും നടത്താനായാലും ഒക്കെ അദ്ദേഹത്തിന് സ്വാഗതം. പക്ഷെ കേരളം എന്ന സംസ്ഥാനത്തെയും കേരളീയരെയും ദയവായി അപമാനിക്കരുത്. ശ്രീ മോദിയുടെ പ്രസംഗം എന്നുള്ളതെല്ലാം തന്നെ പൊള്ളയായ വാഗ്ദാനങ്ങളുടെ ആ മേമ്പൊടി ചേർത്തുള്ള പൊങ്ങച്ചത്തിൻ്റെ പെരുമഴയാണ്. ഈ BJPയിൽ നിന്ന് കേരളം എന്താണ് പഠിക്കേണ്ടത്? അത് മാത്രം ഒന്ന് പറഞ്ഞു തന്നാൽ മതി. അഭിലാഷം നോക്കൂ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് തന്നെ അവരുടെ നിരവധി കാര്യങ്ങളിൽ റാങ്കിങ്ങിൽ ഒന്നാമതായി നിൽക്കുന്ന സംസ്ഥാനം കേരളം. അത്
പൊതുവിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും പൊതുജനാരോഗ്യ രംഗത്തിൻ്റെ കാര്യത്തിലും പ്രതീക്ഷിത ആയുസ്സിൻ്റെ കാര്യത്തിലും നമ്മുടെ സാമൂഹ്യ സുരക്ഷാ രംഗത്തിൻ്റെ കാര്യത്തിലും സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലും ക്രമസമാധാന പരിപാലനത്തിൻ്റെ ഒരു വർഗീയ കലാപവും നടക്കാത്തതായ ഒരു സംസ്ഥാനമാണ് കേരളം കഴിഞ്ഞ 7 കൊല്ലത്തിനപ്പുറമായി. അതും കൂടി ആലോചിക്കണം. ഈ കേരള സംസ്ഥാനം അധികാര വികേന്ദ്രീകരണത്തിൻ്റെ മാതൃകയാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പോലും അഖിലേന്ത്യാ ശരാശരിയേക്കാൾ മുകളിലാണ്. അതിൽ പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുടെ പ്രാതിനിധ്യം എന്നുള്ളത് അത് അഖിലേന്ത്യാ ശരാശരിയേക്കാൾ മുകളിലാണ്. ഇങ്ങനെ നിരവധി കാര്യങ്ങളിൽ കേരളം നേടിയിട്ടുള്ള നേട്ടങ്ങളുണ്ട്. കേരളം BJPയിൽ നിന്ന് എന്താണ് കണ്ടുപഠിക്കേണ്ടത്? ദയവായി ഒന്ന് പറഞ്ഞുതരും. സാമൂഹ്യമായ ഉച്ചനീചത്വങ്ങളും ഈ വർഗീയതയുടെ രാഷ്ട്രീയവും വെറുപ്പിൻ്റെ രാഷ്ട്രീയവും സമൂഹത്തിലാകെ മനുഷ്യനെ മനുഷ്യനല്ലാതായി അത്തരത്തിൽ മാറ്റി തീർക്കുന്നതും പൗരത്വം തന്നെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാക്കി മാറ്റുന്നതും പണ്ട് ഞാനൊക്കെ കുട്ടികളായിരുന്ന കാലത്ത് ഇപ്പോൾ ദീപ്തിയും അഭിലാഷും എല്ലാം പണ്ട് കുട്ടികളായിരുന്നപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഹിന്ദു പാനി ഹേ മുസ്ലിം പാനി ഹേ എന്ന അഭയാർത്ഥി ക്യാമ്പുകളിൽ അത്തരത്തിൽ എഴുതി വെച്ചിട്ട് അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് ഈ പട്ടാളക്കാർ തോക്കേന്തി നടുക്ക് നിൽക്കുന്നതായ ഒരു എന്താണ് കേരളം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് പഠിക്കേണ്ടത്? എന്താണ് നാം ഇന്ത്യ ഗവൺമെന്റിൽ നിന്ന് പഠിക്കേണ്ടത്? കേരളത്തിൽ നിന്ന് പല കാര്യങ്ങളും അവിടേക്ക് അഡോപ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ആ പരാമർശത്തിൽ മറുപടി പറയാം. ഞാൻ ചോദിച്ച ചോദ്യം നോക്കൂ, കേരളവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പല പ്രതിപക്ഷ കക്ഷി നേതാക്കളും കേസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നോക്കൂ, പ്രധാനമന്ത്രി നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ മുഖ്യമന്ത്രിയെക്കുറിച്ച്, മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ച്, സ്വർണ്ണ കള്ളക്കടത്തിനെ കുറിച്ച്, കരുവന്നൂർ ബാങ്ക് ഇടപാടിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ ഹീറ്റ് നിങ്ങളും അനുഭവിക്കേണ്ടി വരും ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ, അല്ലെങ്കിൽ അതിന് പിന്നാലെ. അതെ, അദ്ദേഹം പറയട്ടെ. ഇവിടെ നേരത്തെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ ചാനൽ ചർച്ചകളിലെല്ലാം BJPയുടെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ വന്നിരുന്ന് ഇങ്ങനെ വല്ലാതെ നുണകളുടെ ഈ അണക്കെട്ട് തുറന്നു വിട്ടതുപോലെ ഇതിലെല്ലാം ഞങ്ങൾ ഒലിച്ചു പോയില്ലല്ലോ. അന്നും ഇതെല്ലാം തന്നെ പറഞ്ഞല്ലോ. ഇപ്പോൾ അന്വേഷണമെല്ലാം നടത്തുന്നുണ്ടല്ലോ. ആ അന്വേഷണത്തിന് ആദ്യമായി ഒരു കത്ത് അത്തരത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് അയച്ചത് തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയാണല്ലോ. ഇവിടെ തുടക്കം എന്നുള്ളത് ഇവിടെ ഈ UAEയിൽ നിന്നാണല്ലോ ഇതിൻ്റെ തുടക്കം, ഇല്ലേ? തുടക്കമില്ല, ഒരു കോൺസ്പിറസി. ഇപ്പോൾ ദീപ്തി ഒരു അഡ്വക്കേറ്റ് ആണല്ലോ, ഞാനും ഒരു അഭിഭാഷകൻ ആണല്ലോ. ഒരു കോൺസ്പിറസി ഹാച്ച് ചെയ്യണമെങ്കിൽ അതിൽ ഒരാൾ മാത്രം വിചാരിച്ചാൽ കഴിയില്ലല്ലോ, ഒന്നിലേറെ ആളുകൾ വേണമല്ലോ. അങ്ങനെയാണ് എങ്കിൽ അവിടെ ജോയിന്റ് ലയബിലിറ്റി അവിടെ വരണമല്ലോ. എവിടെ നിന്നായിരിക്കണം ഇതിൻ്റെ തുടക്കം? ആ തുടക്കം എന്നത് UAEയിൽ നിന്നാണല്ലോ. അവർക്ക് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉണ്ട് എങ്കിൽ ആ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി എന്നുള്ളതിൻ്റെ ആ വീൽ, അതിൻ്റേതായിട്ടുള്ള ഒരു മൂടുപടം മാറ്റുന്നതിന് വേണ്ടി എന്താ ഇന്ത്യ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല? അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു സംസ്ഥാനത്തെ ഗവൺമെൻറ്റിനെ അങ്ങ് പ്രതിക്കൂട്ടിൽ നിർത്തി കുരിശിൽ തറച്ചുകൊണ്ടേയിരിക്കാമെന്നുള്ളത്, ചിത്രവധം ചെയ്യാമെന്നുള്ളതാണല്ലോ മോഹം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇത്തരത്തിൽ CBI, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇങ്ങനെ പലതുമെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ഇന്ത്യയിലെ പ്രതിപക്ഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ, ഇവിടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ, പിന്നെ അതുമാത്രമല്ല CBIയെ, മറ്റ് ചില സംസ്ഥാനങ്ങളിൽ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ടിനെ, പിന്നെ ചിലപ്പോൾ ചിലയിടങ്ങളിലൊക്കെ ഈ ഇൻ്റലിജൻസ് ബ്യൂറോയെ, പിന്നെ മറ്റേതൊക്കെ എന്നൊക്കെ ഉള്ളത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും ഇത്തരത്തിലെല്ലാം കെട്ടഴിച്ച് വിട്ടിട്ടുള്ള വേട്ടനായ്ക്കളോടും കൂടി മത്സരിക്കണം. BJPയോട് മാത്രമല്ല, BJPയുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ മത്സരിക്കേണ്ടി വരുന്നത്. ഇവിടെ നിഷ്പക്ഷമായി നീതിപൂർവമായ ഒരു തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്ത് നടക്കണം, നമ്മുടെ സംസ്ഥാനത്ത് നടക്കണം. ഇന്ന് ഇന്ത്യയിൽ അധികാരത്തിലുള്ള BJP അവർ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ എല്ലാം പൊള്ളയായിരുന്നു. 15 ലക്ഷം രൂപ എന്നത് നൽകുമെന്ന് പ്രഖ്യാപിച്ചത് നമ്മുടെ ആരുടെയെങ്കിലും ബാങ്ക് അക്കൗണ്ടുകളിൽ ഇതുവരെ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ലല്ലോ. വർഷം 10 ആവുകയല്ലേ, വന്നിട്ടില്ലല്ലോ. നോട്ട് നിരോധനം നടത്തി 50 ദിവസം നൽകിയാൽ ഞാനിതെല്ലാം തന്നെ പരിഹരിച്ചേക്കാം എന്ന് കണ്ണീരോടുകൂടി പറഞ്ഞിട്ട്, ഇല്ല എങ്കിൽ നിങ്ങൾ എന്നെ കത്തിച്ചു കൊന്നോളൂ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് എന്തായി? 50 ദിവസം കഴിഞ്ഞിട്ട് അത് 500 ദിവസമായിട്ട് ഇത് പരിഹരിച്ചോ? ഇല്ലല്ലോ. എന്തെല്ലാമാണ് പറഞ്ഞത്? ഇപ്പോൾ ഈ ഇന്ത്യ ഗവൺമെൻറ് അതിനുശേഷം ഈ കർഷകരുടേതായ വിഷയങ്ങളെല്ലാം വന്ന സമയത്ത് ഒരു ഓർഡിനൻസിനെ ബില്ലായി കൊണ്ടുവന്ന് ദോശ ചുട്ടെടുക്കുന്ന ലാഘവത്തിൽ അത് എടുക്കുന്ന അത്തരത്തിൽ പാസ്സാക്കി എടുക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ MPമാരെ അടക്കം പുറത്താക്കി അവരെ സസ്പെൻഡ് ചെയ്ത് നിർത്തിക്കൊണ്ട് ആ ബില്ലും പാസ്സാക്കി എടുത്ത്, എന്നിട്ട് എൻ്റെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓമനെ ഞാൻ എൻ്റെ തെറ്റുകുറ്റങ്ങളെല്ലാം സമ്മതിച്ചിടാം എന്നുള്ളതല്ലേ? ഞാൻ എന്ന ഭാവങ്ങളെ അതാണല്ലോ ഇന്നിപ്പോൾ ഈ കാണിക്കുന്നത്. BJP എന്നുള്ള നിലയിൽ പോലുമല്ല, ഞാൻ, എൻ്റെ ഗ്യാരണ്ടി, ഞാൻ ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പണ്ട് ഈ ഫ്രാൻസിലെ ഒരു ചക്രവർത്തിക്ക് വല്ലാതെ തോന്നിപ്പോയല്ലോ. ബിഫോർ മീ വാക്വം ആൻഡ് ആഫ്റ്റർ മീ ദ ഡെലൂജ്. അങ്ങനെയൊക്കെ ആണെങ്കിലേ ഇന്ത്യയിൽ അത്തരത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കും. കേരളം അത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ BJPയുടെ ഈ വർഗീയ രാഷ്ട്രീയത്തിനെതിരായി വെറുപ്പിന്റെ രാഷ്ട്രീയത്തെയാണ് BJP പ്രതിനിധാനം ചെയ്യുന്നത്. ഇത് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്നും അത് തന്നെയാണ് വന്നത്. ഇവിടെ ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഒന്ന് ഇപ്പോൾ നോക്കൂ, ഈ സ്വർണ്ണ കള്ളക്കടത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർവിതചർവണമായതാണ്. അതിന്റെ ഒരു ഗുണവും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, വടക്കാഞ്ചേരി ഫ്ളാറ്റ് വിഷയം, ലൈഫ് ഭവന പദ്ധതി ഉന്നയിച്ച നിങ്ങളുടെ സിറ്റിംഗ് മണ്ഡലം പോലും തോറ്റത് നമ്മുടെ സമീപകാല ചരിത്രമാണ്. പിന്നെ അതിനുശേഷമാണ് ഈ പറഞ്ഞ കരുവന്നൂരും മറ്റുമൊക്കെ ഉണ്ടായിരിക്കുന്നത്. എത്രമാത്രം പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് ഈ വിഷയങ്ങൾ ചർച്ചയാകുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, കേരളത്തിലെ നേതാക്കൾക്കെതിരെ നടപടി ഉണ്ടായാൽ, ഇപ്പോൾ സംസ്ഥാന
മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല അത്. ദേശീയ തലത്തിൽ ആം ആദ്മി പാർട്ടി സർക്കാരിനെതിരെ നടപടി ഉണ്ടായപ്പോൾ കോൺഗ്രസ് പ്രൊട്ടസ്റ്റ് ചെയ്തത് നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിന്റെയും കൂടി നേതൃത്വത്തിൽ 28 പാർട്ടികൾ റാലി നടത്തിയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ ഈ കേന്ദ്ര സർക്കാരിന്റെ ഉരുക്കുമുഷ്ടിക്കുള്ളിൽ ഇടതുപക്ഷത്തിന്റെ സർക്കാർ ഞെരിഞ്ഞാൽ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് അവർക്കാണ് അതിന്റെ ആനുകൂല്യവും അഡ്വാൻറ്റേജും കിട്ടുക. അഭിലാഷേ, ഇത് നമ്മളെ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവരുടെ അറസ്റ്റ് നടന്നതുപോലെ അല്ല ഈ കേസുകൾ എന്ന് പറയുന്നത്. നമുക്കതിന് നിരവധി കാര്യങ്ങളുണ്ട്, നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട നിരവധി കാര്യങ്ങളുണ്ട്. ഇവിടെ CPM-ഉം BJP-യും തമ്മിൽ ഒരു അൺഹോളി നെക്സസ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിൻ്റെ തെളിവുകളാണിതൊക്കെ. ഇപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ബഹുമാനപ്പെട്ട ശ്രീ സമ്പത്ത് പറഞ്ഞു ഞങ്ങളെ ചിത്രവധം ചെയ്യുന്നു എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. ശരിയാണ്, നിങ്ങളെ ചിത്രവധം ചെയ്യുന്നതല്ല, നിങ്ങളെ ബാർഗെയിൻ ചെയ്തിരിക്കുക. ശരിക്കുള്ള വാക്ക് ബാർഗെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. BJP ചെയ്തുകൊണ്ടിരിക്കുന്നത് CPM-നെ കൊണ്ട് BJP-യെ സംബന്ധിച്ച് ഇവിടെ ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ഇവിടെ ഒരു സീറ്റെങ്കിലും ലഭ്യമാകുന്നതിന് വേണ്ടി എങ്ങനെയൊക്കെയാണ് ഈ ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കരുവാക്കാൻ കഴിയുന്നത് എന്നുള്ളത് തന്നെയാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട സ്ഥാനത്ത് അറസ്റ്റ് ചെയ്യുന്നില്ല, അറസ്റ്റ് ചെയ്യാതെ പകുതി വഴിയിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ ശ്രീ KVS ഹരിദാസ് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തല്ലോ എന്നാണ് പറയുന്നത്. അവിടെ വെച്ച് നിന്നാൽ മതിയോ? അത്രയേ ഉള്ളൂ അറസ്റ്റ്. എന്നിട്ട് ഇനിയും അന്വേഷിക്കുകയാണെന്നാണ് പറയുന്നത്. ഇനി എത്ര കാലം അന്വേഷിക്കും? ഇനി എത്ര കാലം അന്വേഷിക്കും എന്നുകൂടി ഇതിന് പറയണ്ടേ? മറ്റുള്ള പല ആളുകളെയും അറസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ മാത്രം അത്തരത്തിലുള്ള യാതൊന്നും ഒരു അന്വേഷണവും നടക്കുന്നില്ല. ഏറ്റവും ഉപരിയായിട്ട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഇവരുടെ ഘടകകക്ഷിയായ ജനതാദൾ എന്ന് പറയുന്നത് എവിടെയാണ് നിൽക്കുന്നത്? BJP-യോടൊപ്പം അല്ലേ നിൽക്കുന്നത്? കർണാടകയിൽ BJP-യോടൊപ്പം അല്ലേ നിൽക്കുന്നത്? അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ BJP-യോടൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടൊപ്പം നിന്നുകൊണ്ടല്ലേ? ഇവിടെ എന്തുകൊണ്ടാണ് ആർജവത്തോടെ പറയാൻ കഴിയാത്തത് BJP-യോടൊപ്പം നിൽക്കുന്ന ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തിയോടൊപ്പം നിൽക്കുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഞങ്ങളുടെ കൂടെ ഇനിയും വേണ്ട എന്ന് പറയാനുള്ള ആർജവം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി കാണിക്കാത്തത്? എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമ്പത്ത് കാണിക്കാത്തത്? അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഇവർ തമ്മിലൊക്കെ വലിയ ബന്ധങ്ങളുണ്ട്. നമ്മൾ ചർച്ച ചെയ്തു പോയ കാര്യമാണ് വൈദേഹം നിരാമായ റിസോർട്ടിൻ്റെയൊക്കെ കാര്യം. അതിലേക്കൊന്നും ഞാൻ ഇനിയിപ്പോൾ വീണ്ടും രണ്ടാമത് കടക്കുന്നില്ല. ഞാൻ പറയുന്നത് പ്രധാനമായും BJP-യും CPM-ഉം ഒരേപോലെ തന്നെയാണ്. ഇപ്പോൾ അക്രമത്തെക്കുറിച്ച് BJP നടത്തുന്ന അക്രമത്തെക്കുറിച്ച് പറയാൻ CPM-ന് എന്ത് അവകാശമാണ് ഉള്ളത്? കഴിഞ്ഞ ദിവസമല്ലേ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് CPM-ന്റെ DYFI-യുടെ നേതാക്കന്മാരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടത്? അവസാനം DYFI-യുടെ നേതാക്കന്മാരെയൊക്കെ ശ്രീ ഗോവിന്ദൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൈയൊഴിയുന്നത് നമ്മൾ കണ്ടില്ലേ? ഇപ്പോഴും ബോംബ് രാഷ്ട്രീയമാണ് കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവർ ആരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ബോംബ് നിർമ്മാണം? ഇപ്പോഴും അതും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ബോംബ് നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഇവിടെ സാധാരണക്കാരന്റെ പ്രശ്നം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് സാധാരണക്കാരന്റെ എന്തെങ്കിലും പ്രശ്നം മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിൽ അഡ്രസ് ചെയ്തിട്ടുണ്ടോ? ഇവിടെ വിലക്കയറ്റത്തെക്കുറിച്ച്, സാധാരണക്കാരന് അരിയും സാധനങ്ങളും അവശ്യ വസ്തുക്കൾ കിട്ടാത്തതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടോ? തൊഴിലില്ലായ്മ ഇപ്പൊ കഴിഞ്ഞ ദിവസമല്ലേ CPO-മാരുടെ സമരം നമ്മൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കണ്ടത്? എത്ര വേദനാജനകമായ കാര്യമാണ്. പഠിച്ച് പാസ്സായ ആളുകളെ തൊഴിൽ നൽകാതിരിക്കുന്ന ഒരു ഭരണകൂടം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയല്ലേ BJP ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ 40 വർഷത്തെ ഏറ്റവും കൂടിയ തൊഴിലില്ലായ്മ എന്ന് പറയുമ്പോൾ IIT-യിലും അതുപോലെ തന്നെ IIM-ലും ഒക്കെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, SC/ST വിഭാഗത്തിൽപ്പെട്ട OBC വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കുട്ടികൾ അവിടെ പഠിക്കാൻ പോയിട്ട് ഡ്രോപ്പ് ഔട്ടായിട്ട് തിരിച്ചു വരും. ഏതാണ്ട് 13,500 ആണ് ഒരു ഏകദേശ കണക്കാണ്. ഇനിയുമുണ്ട്, അതിൽ കൂടുതൽ ഉണ്ടാവാനേ സാധ്യതയുള്ളൂ. അവർക്ക് അവിടെ പഠിക്കാൻ കഴിയുന്നില്ല. ഇതാണ് ഈ രാജ്യത്തിന്റെ സ്ഥിതി എന്ന് പറയുന്നത്. രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉള്ള ഒഴിവെന്ന് പറയുന്നത് ഏതാണ്ട് 10 കോടിയാണ് എന്നുള്ളത് അല്ലേ കണക്ക് പറയുന്നത്. എന്തുകൊണ്ടാണ് BJP ഗവൺമെന്റ് ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് അതിനെ അഭിസംബോധന ചെയ്യാൻ തയ്യാറാവാത്തത്? രാജ്യത്ത് നടത്തിയ അഴിമതി, ശാസ്ത്രീയമായി നടത്തിയ BJP നടത്തിയ അഴിമതിയല്ലേ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്? നമുക്ക് രാജ്യത്തെ മറ്റു വിഷയങ്ങളിലേക്ക് പോയി. കേരളത്തിലെ വിഷയം ഒന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് രാജ്യത്തെ മറ്റു വിഷയങ്ങളിലേക്ക് പോകാം. KVS ഹരിദാസ്, ഇന്നിപ്പോ പ്രധാനമന്ത്രി കേരളത്തിൽ നിന്ന് BJP-യെ പിന്തുണയ്ക്കാൻ, മോദിയെ പിന്തുണയ്ക്കാൻ, മോദിക്ക് വേണ്ടി കൈപൊക്കാൻ MP-മാരെ അയക്കുന്ന കാര്യം പറഞ്ഞു. ഇതിപ്പോ 7ാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്നത്. കേരളത്തിൽ ഇതുപോലെ ഒരു പ്രധാനമന്ത്രി ഒന്ന് ക്യാമ്പയിൻ നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ഒരിടത്തും 2ാം സ്ഥാനം പോലും BJP-ക്ക് കിട്ടില്ല എന്ന്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ പറഞ്ഞത്
ഇവിടെ BJPക്ക് ഒരു അക്കൗണ്ട് ഉണ്ട്, ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കുമെന്നാണ്. അതുപോലെ സംഭവിച്ചു. കേരളത്തിൽ പ്രധാനമന്ത്രി ഇത്ര എക്സ്റ്റെൻസീവായിട്ട് ക്യാമ്പയിൻ നടത്തിയിട്ടും BJPക്ക് ഒരു സീറ്റ് പോലും കിട്ടിയില്ല എന്നുള്ളതാണ് സ്ഥിതിവിശേഷം എങ്കിൽ അത് രാഷ്ട്രീയമായി വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കില്ലേ? ഇത്രയധികം പ്രധാനമന്ത്രിയെ PM-നെ എക്സ്പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് രാഷ്ട്രീയമായി വലിയൊരു ചലഞ്ചായി വരുന്ന കാലത്ത് അടയാളപ്പെടുത്തപ്പെടില്ലേ? അല്ല അഭിലാഷ്, കേരളത്തിലെ സമ്മതിദായകരുടെ മനസ്സളക്കുന്നത് പിണറായി വിജയനിൽ കൂടിയാണോ? മാർക്സിസ്റ്റ് പാർട്ടിയിൽ കൂടിയാണോ? അതോ നിങ്ങളുടെ മനസ്സും അതുപോലെ തന്നെയാണോ? അല്ല, ഞാൻ ഒരു പോസിബിൾ സെനാരിയോ പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ എന്നല്ലേ പറഞ്ഞത്, അല്ലാതെ ഇപ്പൊ BJPക്ക് സീറ്റ് കിട്ടില്ല എന്ന് പറയാൻ ഇപ്പൊ ഞാൻ ആരാ? ഞാൻ പറഞ്ഞത് അഭിലാഷേ, തെരഞ്ഞെടുപ്പ് കഴിയട്ടെ അഭിലാഷേ. ഈ മാസം 26-ാം തീയതി ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിൽ എത്തുമല്ലോ. അടുത്ത ജൂണിലെ ആദ്യം വോട്ട് എണ്ണുമല്ലോ. കാത്തിരിക്കാം. കേരളത്തിൽ നിന്ന് BJPക്ക് ഇത്തവണ പ്രതിനിധികൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നത് കാത്തിരിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയുന്നു, ഇത്തവണ കേരളത്തിൽ നിന്ന് നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കാൻ ആളുണ്ടാകും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അത് എത്ര പേര് എന്നത് അറിയാൻ വോട്ടെണ്ണണ ദിവസം വരെ നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരും. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്നത് CPM-ഉം BJP-യും തമ്മിൽ ധാരണയെന്നാണ്. ഈ ആൾക്കാരൊക്കെ ജീവിക്കുന്നത് ഈ പൊതുമണ്ഡലത്തിൽ തന്നെയല്ലേ, ഈ പൊതുസമൂഹത്തിൽ തന്നെയല്ലേ? മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള സഖ്യത്തെക്കുറിച്ച് ആരോടാ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? ഇനി കേരളം വിട്ടാൽ അവർ ഒന്നിച്ചല്ലേ? തമിഴ്നാട്ടിൽ ചെന്ന് നോക്കൂ, സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പടം വച്ചിട്ടാണ് സമ്പത്തിൻ്റെ സുഹൃത്തുക്കൾ വോട്ട് പിടിക്കുന്നത്. ചുമന്ന മാല ഇട്ടുകൊണ്ട് നടക്കുന്ന കോൺഗ്രസ്സുകാരെ കാണാം അവിടെ. ഇത്രയ്ക്ക് നാണം കെട്ട രാഷ്ട്രീയം കളിക്കുന്നവർ കേരളത്തിൽ വന്നിട്ട് ജനങ്ങളെ കളിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ അത് തുറന്നു കാട്ടപ്പെടണ്ടേ? ഇവർക്ക് കോൺഗ്രസ്സുകാർക്ക് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് എതിർക്കാനുള്ള എന്ത് ധാർമ്മികതയുള്ളേ? അഴിമതിക്കാർക്ക് മുഴുവൻ കൂട്ടു നിൽക്കുന്ന ഒരു സംവിധാനമല്ലേ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ളത്? അത് തന്നെയല്ലേ CPM-ഉം ചെയ്യുന്നത്? ഇത് തമ്മിൽ എന്ത് വ്യത്യാസമാവുള്ളേ? ഇത് കേരളം ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ? കേരളത്തിന് പുറത്ത് ബംഗാളിലും ത്രിപുരയിലും ബാക്കി എല്ലായിടത്തും കൈകോർത്ത് നീങ്ങുന്ന രണ്ട് രാഷ്ട്രീയക്കാർ കേരളത്തിൽ പരസ്പരം പോരടിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ ഇവിടുന്ന് CPM-ന്റെ MP പോയാൽ കൈപോക്കാൻ ആർക്ക് വേണ്ടിയാണ് കൈപോക്കാൻ പോകുന്നത്? ആരുടെ പിന്നിലാണ് അവിടെ ചെന്നാൽ ഇരിക്കാൻ പോകുന്നത്? പ്രതിപക്ഷ നിരയിലായിരിക്കും ഇരിക്കുക. പക്ഷേ അവിടെയും ആരുടെ പിന്നിലാണ് പോയിട്ട് ഇരിക്കാൻ പോകുന്നത്? പണ്ട് സമ്പത്തൊക്കെ പോയി ഇരുന്നിട്ടുണ്ടല്ലോ, അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ തട്ടിപ്പുകൾ അത് കേരളം ഇത്തവണ ചർച്ച ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയ മാറ്റമുണ്ട്. ജനങ്ങൾ മാറി ചിന്തിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് കേരളത്തിലെ ജനങ്ങൾ പോകുമ്പോൾ കാണും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്, ഉയർന്ന വിശ്വാസമുണ്ട് എന്ന് മാത്രമേ ഞാൻ ഇക്കാര്യത്തിൽ സൂചിപ്പിക്കുന്നുള്ളൂ. വേറൊരു കാര്യം കൂടി ഓർക്കണം അഭിലാഷേ, ഒരു കാര്യം കൂടി അഭിലാഷേ. പറഞ്ഞോളൂ, അടുത്ത റൗണ്ടിൽ വരാം. ശരി, ഓക്കെ. ശ്രീ എ സമ്പത്ത്, ഇവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെ ആരോപണം BJP CPM-നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട് എന്നാണ്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി ചാവക്കാട് VS സുനിൽകുമാറിന്റെ പ്രചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം അവിടെ സുരേഷ് ഗോപി പരാജയപ്പെടും, LDF തരംഗമുണ്ട് തൃശ്ശൂരിൽ എന്നൊക്കെ പറയുമ്പോഴും തൃശ്ശൂരിലെ CPM-നെ ED-യുടെയും IT-യുടെയും സ്കാനറിൽ വെച്ചിരിക്കുകയാണ്. അത് ന്യായമായും ഭീഷണിപ്പെടുത്താനാണ് എന്ന് കോൺഗ്രസിന് സംശയിക്കാം. BJPക്ക് ഇവിടെ നിന്ന് ഒരു സീറ്റെങ്കിലും കിട്ടുക എന്നുള്ളത് അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതിനേതെങ്കിലും വഴി CPM സഹായിച്ചു കൊടുക്കും എന്ന് കോൺഗ്രസിന് പേടിയുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ സ്പോക്സ് പേഴ്സൺ ഇവിടെ വന്നിരുന്നത് പറയുന്നത്. ഞാൻ ഹരിദാസ് ചേട്ടനോട് എല്ലാ ബഹുമാനത്തോടും കൂടി ഒരു കാര്യം പറയട്ടെ. നമ്മളിപ്പോൾ ഇതിൽ ഞങ്ങൾ 3 പേരും സുഹൃത്തുക്കളാണ്. ഞങ്ങളുടെ 2 പേരുടെയും ജ്യേഷ്ഠസ്ഥാനീയനാണ്. നമ്മളീ പുരാണത്തിൽ ഈ മാർക്കണ്ഡേയൻ യമദേവനോട് അവസാനം ചോദ്യങ്ങൾ ചോദിച്ച് അവസാനമാകുമ്പോഴേക്കും ആപ്കെ ക്രോധ് മേരി പ്രശ്നയ്ക്ക് ഉത്തർ നഹീം ഹേ എന്ന് പറയുന്നൊരു വാചകമുണ്ടല്ലോ. ഹരിദാസ് ചേട്ടൻ ഒരു സമയമാകുമ്പോൾ വല്ലാതെ ക്ഷുഭിതനായി പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ചേട്ടൻ ഉൾപ്പെടെയുള്ള ഇപ്പോൾ BJPയുടെ അനുഭാവികളായിട്ടുള്ളവരും നമ്മളിപ്പോൾ അഭിലാഷ് നയിക്കുന്ന ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എൻ്റെ വിനീതമായ ചോദ്യം ഞാൻ ആവർത്തിക്കുകയാണ്.
BJPയിൽ നിന്ന് കേരളം എന്താണ് പഠിക്കേണ്ടത്? ഞാൻ ഉൾപ്പെടെയുള്ളവരും നമ്മുടെ കുടുംബാംഗങ്ങളും ഈ ശ്രീ നരേന്ദ്രമോദി നയിക്കുന്നതായിട്ടുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത്? ഈ രാജ്യത്ത് ഏറ്റവും കുറച്ച് മാതൃമരണ നിരക്ക്, ഏറ്റവും കുറച്ച് ശിശുമരണ നിരക്ക്, ഏറ്റവും കുറഞ്ഞ ദരിദ്രരുടെ അതിദരിദ്രർ, മോസ്റ്റ് പോവർട്ടി എന്ന് പറയും, അത് ഏറ്റവും കുറഞ്ഞ ശതമാനമുള്ളവർ, ലാൻഡ്ലെസ് ആയിട്ടുള്ള, ഹോംലെസ് ആയിട്ടുള്ള ഏറ്റവും കുറച്ച് ശതമാനം, ഏറ്റവും കുറച്ച് ആൾ, ഏറ്റവും കൂടുതലുള്ളത് UP, പിന്നെ മധ്യപ്രദേശ്, പിന്നെ രാജസ്ഥാൻ, പിന്നീട് ബീഹാർ. ഈ ജീവിത നിലവാരം ഉണ്ടല്ലോ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അതിൽ ഇന്ത്യയുടെ ശരാശരിയേക്കാൾ മുകളിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു സംസ്ഥാനം. പൊതുഗതാഗതത്തിൻ്റെ കാര്യത്തിൽ, സ്ത്രീ സുരക്ഷയുടെ കാര്യം, നമ്മൾ എന്താണ് ഇവരിൽ നിന്ന് പഠിക്കുന്നത്? നമ്മുടെ മുന്നിലേക്ക് വന്നിട്ട് വല്ലാതെ ഈ ആക്രോശിച്ച് അത്തരത്തിൽ ഈ എല്ലാം ഞാനാണ് എന്നുള്ള നിലയിലേക്കുള്ള ഒരു വർത്തമാനത്തിലേക്ക്. ശരിയാണ്, കേരളം ഒരു ചെറിയ സ്ഥലമാണ്, ഒരു ചെറിയ സംസ്ഥാനമാണ്. പക്ഷേ ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ ഈ പുറമ്പോക്കിലല്ല ഈ കേരളം എന്നുള്ള സംസ്ഥാനം. ആരെയാണ് പേടിപ്പിക്കുന്നത്? ആരെയാണ് ഭീഷണിപ്പെടുത്തുന്നത്? ഇവിടെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെ അല്ലെങ്കിൽ CPIM നേതാക്കളെ എല്ലാം അങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ, കോൺഗ്രസിൻ്റെ പല നേതാക്കളും ഏതാണ്ട് 12-ലധികം മുൻ മുഖ്യമന്ത്രിമാരും എല്ലാം അവരെല്ലാം ഭാണ്ഡക്കെട്ടും ട്രങ്കും എല്ലാം എടുത്തുകൊണ്ട് നേരെ BJPയിലേക്ക് പോയിട്ടുണ്ട്. ഒറ്റ അർദ്ധരാത്രി കൊണ്ട് മാറിയിട്ടുണ്ട്. രാത്രി വിളിച്ച് കേരളത്തിലെ നേതാക്കളോട് കരഞ്ഞത് അറിയാമല്ലോ, അത്തരത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം. ഇവിടെ ഒരു യൂണിയൻ മന്ത്രി തന്നെ പറയുകയുണ്ടായി, ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ ധനകാര്യമന്ത്രി തന്നെ പറയുകയുണ്ട്, ആർക്കും ഞങ്ങളുടെ പാർട്ടിയിലേക്ക് കടന്നു വരാം. എന്താ ഇത് BJP ഇപ്പോൾ ഒരു വലിയ വാഷിംഗ് മെഷീനാണോ? ഈ ലോണ്ടറി ഇങ്ങനെ ഈ വിധത്തിൽ ഈ കറപ്ഷൻ്റെ ലോണ്ടറി മെഷീനായിട്ട് ഇത്തരത്തിലൊരു വലിയ ഒരു ലോണ്ടറിങ് മെഷീനായിട്ട് ഞങ്ങളിലേക്ക് വന്ന് ഞങ്ങളുടെ ഈ മെഷീനിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പരിശുദ്ധരാണ് എന്നുള്ള നിലയിലേക്ക്. ഈ മോസ്റ്റ് കറപ്റ്റ് പാർട്ടി ഏതാണ്? ഇന്ത്യയുടെ സമീപകാല ചരിത്രത്തിൽ, ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിലെ ഏറ്റവും കറപ്റ്റായിട്ടുള്ള, അതെങ്ങനെയാണ്? നിയമപരമായി അഴിമതിയെ വ്യവസ്ഥാപിതവൽക്കരിക്കുന്നതിന് വേണ്ടി, അതിനാണല്ലോ ഇലക്ട്രൽ ബോണ്ടുകൾ കൊണ്ടുവന്നത്. 9510 കോടി രൂപ ഒരു രാഷ്ട്രീയ പാർട്ടി അത്തരത്തിൽ ഒരു 8-9 കൊല്ലക്കാലം കൊണ്ട് അത് അലക്കി വെളുപ്പിച്ചെടുക്കുക, ഇല്ലാത്ത കമ്പനികളിൽ നിന്ന് വല്ലാത്ത സംഭാവനകൾ വരിക. അതുമാത്രമല്ല, ഒരു കമ്പനി അതിൻ്റെ ഇൻകോർപ്പറേഷൻ നടത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ 2 കൊല്ലം പോലും കഴിയുന്നതിന് മുമ്പ് വലിയ സംഭാവനകൾ അത്തരത്തിൽ നൽകുക, പുറത്തുനിന്ന് സൈഫണിങ്ങിൽ ഇന്ത്യയിലേക്ക് ഇത്തരത്തിൽ പണം വരിക, അവർക്ക് പുതിയ കോൺട്രാക്റ്റുകൾ നേടുക. ഞാൻ ഒറ്റ സെക്കൻഡ് കൂടി അഭിലാഷേ, നമ്മുടെ ഈ കോവിഡ് കാലം വന്നു. കോവിഡ് കാലത്ത് നമ്മളെല്ലാവരും വാക്സിനേഷൻ നടത്തി. ആ വാക്സിനേഷൻ നടത്തുമ്പോഴത്തേക്ക് ഒരു കാര്യം, ഇവിടെ ഞങ്ങൾ 3 പേരായാലും അഭിലാഷായാലും നമ്മളെല്ലാവരും അത്തരത്തിൽ നമ്മുടേതായ കോവിഡ് വാക്സിനേഷൻ്റെ സർട്ടിഫിക്കറ്റിൽ ആരുടെ ചിത്രമാണ് അച്ചടിച്ച് തരേണ്ടത്? ഹരിദാസ് ചേട്ടൻ എന്ന് പറയണം. അത് നമ്മളെ സംബന്ധിച്ചൊരു മെഡിക്കൽ റെക്കോർഡാണ്. മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് പ്രൈവറ്റ് റെക്കോർഡാണ്. ആ പ്രൈവറ്റ് റെക്കോർഡ് ഇറ്റ് ഇസ് കോൺഫിഡൻഷ്യൽ അൺലെസ് ആൻഡ് അൺടിൽ സച്ച് എ സിറ്റുവേഷൻ അറൈസസ്. എങ്ങനെ ഇത് ലോകം അറിയണമെന്നുള്ള നിലയിലേക്ക് വന്നില്ല എങ്കിൽ ഇത് നമ്മുടേതായിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ രഹസ്യ സ്വഭാവമുള്ളതാണ്. എൻ്റെ ചിത്രമല്ല, എൻ്റെ കുട്ടിയുടെ ചിത്രമല്ല. എൻ്റെ കുട്ടി ചോദിക്കുകയാണ് ഇത് ആരുടെ പടമാണ് എന്ന്. അവൻ്റെ അപ്പൂപ്പൻ്റെ പടം പോലുമല്ല. ഈ ലോകത്ത് ഒരു രാഷ്ട്രത്തിൽ പോലും ഇത്തരത്തിലുള്ള ഒരു അല്പത്തരം കാട്ടിയിട്ടില്ല. ഇത് മാത്രമല്ല, അന്ന് സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ വാക്സിനേഷൻ നടത്തുന്നതിന് നിങ്ങൾ ഈ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പണം കൊടുത്ത് നിങ്ങൾ വാങ്ങുക. ഓർമ്മയില്ലേ? മറന്നു പോകരുത് ഇത്തരം കാര്യങ്ങൾ. മറവിയുടെ മാറാലോ ഒന്ന് തുടച്ചു നീക്കിക്ക് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ 100 കോടിക്കണക്കിന് രൂപ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിനടക്കം കൊടുത്തുകൊണ്ട് അത്തരത്തിൽ ഈ വാക്സിൻ വാങ്ങി എന്നിട്ട് നമ്മളിവിടെ സൗജന്യമായി നൽകേണ്ടതായി വന്നു. ഈ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കം കോവിഡ് കാലത്ത് കിട്ടിയ കൊള്ളലാഭം അത് ഇലക്ട്രൽ ബോണ്ടുകളായി നൽകി അത് BJPയിലേക്ക് കൃത്യമായി എത്തുകയും ചെയ്തു. പഠിപ്പിക്കാൻ വരികയാണ് എവിടെ? കേരളത്തിലേക്ക്. എന്നിട്ട് CPIMനെ പഠിപ്പിക്കാൻ വരികയാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പഠിപ്പിക്കാൻ. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, BJPക്ക് കേരളത്തിൽ നിന്ന് ഒരു പാർലമെന്റ് അംഗത്തെയും വിജയിപ്പിക്കാനായി കഴിയില്ല. അതിനായിട്ട് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചിരുന്നാൽ മതി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നൊരു അക്കൗണ്ട്, അത് ഓ രാജഗോപാൽ സാറിനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ. നന്ദി. ശരി, ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഇപ്പോൾ താങ്കൾ നേരത്തെ കുറേ അധികം ആരോപണങ്ങൾ, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്യുന്നില്ല, ഡീലാണെന്നൊക്കെ പറഞ്ഞു. താങ്കളുടെ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് പലവട്ടം സംസാരിക്കുകയുണ്ടായി ഈ കേരളത്തിൽ വെച്ച്. ഒരു തവണ പോലും സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു വിമർശനവും ഉന്നയിച്ചില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് എൻ്റെ പോരാട്ടം ഭരണഘടന സംരക്ഷിക്കാൻ, ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ, RSSനെതിരെയാണ്, ഞങ്ങളുടെ ഫൈറ്റ് ഐഡിയോളജിക്കലാണ്, ഞാനൊരു പ്രത്യയശാസ്ത്ര പോരാട്ടത്തിലാണ് എന്നാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത്. അദ്ദേഹം ഇപ്പോൾ പറയുന്നു ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ പിടിച്ചുപറിയാണ്, നിയമവിധേയമായ പിടിച്ചുപറിയാണ് എന്ന്. പ്രധാനമന്ത്രി ANIക്ക് കൊടുത്ത അഭിമുഖത്തിൽ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യം ശരിയാണ്, അത് പിന്നീട് പ്രതിപക്ഷത്തിനടക്കം ബോധ്യപ്പെടും എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ രാഹുൽ ഗാന്ധി ഒരു ഐഡിയോളജിക്കൽ ഫൈറ്റിലാണ്, ഞാൻ പോരാടുന്നത് RSSന് എതിരെയാണ് എന്ന് പ്രഖ്യാപിക്കുകയും നിങ്ങൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്താത്തത് എന്ത് എന്ന ചോദ്യം ഉന്നയിക്കുകയും ചെയ്യുന്നത് വൈരുദ്ധ്യമാണ്.
ഇല്ല, അത് അങ്ങനെ അതിനെ കമ്പയർ ചെയ്യല്ലേ അഭിലാഷ്. ഞാൻ അതിന് മറുപടി പറയാം. അതിന് മുൻപ് KVS ഹരിദാസ് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇന്ത്യ മുന്നണിയെ പറ്റി പറഞ്ഞു. ശരിയാണ്, ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് കേരളത്തിന് വെളിയിലാണ്. നിങ്ങൾക്കൊരു സംശയവും വേണ്ട. കേരളത്തിൽ മത്സരം CPM-ഉം കോൺഗ്രസും തമ്മിലാണ്. ഈ രണ്ട് മുന്നണികൾ തമ്മിലുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോഴെന്താണ് BJP ചെയ്യുന്നത്? അതിൽ എന്തായാലും കോൺഗ്രസിനെ പിടിക്കാൻ പറ്റില്ല. കാരണം രാജ്യം മുഴുവൻ BJPക്കെതിരെ മത്സരിക്കുന്നത് അല്ലെങ്കിൽ ഒരു നാഷണൽ പാർട്ടിയായി നിൽക്കുന്നത് കോൺഗ്രസ് ആണ് എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിൻ്റെ അടുത്ത് വരാൻ പറ്റാത്തതുകൊണ്ട് CPM-ൻ്റെ അടുത്ത്, കേരളത്തിൽ കോൺഗ്രസിനെതിരെ മത്സരിക്കുന്ന CPM-ൻ്റെ അടുത്ത് പോയിട്ട് അവരോട് ബാർഗെയിൻ ചെയ്യുന്നു. ആ വിഷയത്തിലേക്ക് ഇനി ഞാൻ കടക്കുന്നില്ല, ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്. അപ്പോൾ CPM-നെ എങ്ങനെയെങ്കിലും തങ്ങളുടെ കൂട്ടത്തിലാക്കി എങ്ങനെ വോട്ട് ലഭിക്കാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരാളെ എങ്ങനെയെങ്കിലും ജയിപ്പിച്ചെടുക്കാമോ എന്നുള്ളതാണ് BJPയുടെ തന്ത്രം എന്ന് പറയുന്നത്. ഞാൻ അത്രയുമേ അതിനെക്കുറിച്ച് പറഞ്ഞുള്ളൂ. അല്ലാതെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് CPM എന്നുള്ളത് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകൾക്കും അറിയാം. രാജ്യം മുഴുവൻ അങ്ങനെ തന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് തന്നെയാണ് CPM നിൽക്കുന്നത്. ഇവിടെ അഭിലാഷ് ചോദിച്ച ചോദ്യം ശരിയാണ്. കോൺഗ്രസ് മത്സരിക്കുന്നത് RSS എന്ന പ്രത്യയശാസ്ത്രത്തിനെതിരെയാണ്, BJPക്കെതിരെയാണ്. ഈ രാജ്യം മുഴുവൻ കഴിഞ്ഞ 10 വർഷക്കാലമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എങ്ങനെയാണോ ഈ രാജ്യത്തെ പരിപാലിച്ചു പോകുന്നത് അത് മുഴുവൻ ഇല്ലാതാക്കി. കർഷകരുടെ കാര്യത്തിൽ, തൊഴിലാളികളുടെ കാര്യത്തിൽ, സ്ത്രീകളുടെ കാര്യത്തിൽ, ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ, ട്രൈബ്, ഷെഡ്യൂൾ ക്ലാസ്, SC/STയുടെ കാര്യത്തിൽ, അങ്ങനെ എല്ലാ മേഖലകളിലും ഈ രാജ്യത്തെ തകർത്തു. ഈ രാജ്യത്ത് വികസനം എന്ന് പറയുന്നത് ഇല്ലാതായി മാറിയിരിക്കുന്നു. വികസന മുരടിപ്പുണ്ടായിരിക്കുന്നു. യുവജനങ്ങൾക്ക് രാജ്യം വിട്ടുപോകേണ്ട സാഹചര്യം വരുന്നു. ജാതിയും മതവും അനുസരിച്ച് മാത്രം നിയമങ്ങൾ പാസാക്കുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥിതി ഈ രാജ്യത്ത് വന്നിരിക്കുന്നു. ഇതിനെല്ലാം കാരണക്കാരായത് BJP-ആണ്, CPM അല്ലല്ലോ. CPM-നെ സംബന്ധിച്ച് ഇപ്പോൾ ഈ പറയുന്നത് പോലെ കേരളത്തിൽ മാത്രമാണ് ഭരണത്തിലുള്ളത്. മറ്റുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഇന്ത്യ മുന്നണിയോടൊപ്പമാണ് നിൽക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി സ്വാഭാവികമായിട്ടും ഇവിടെ വന്നിട്ട് RSSനെതിരെയും BJPക്കെതിരെയുമാണല്ലോ പറയേണ്ടത്. ഈ രാജ്യമില്ലാതാക്കുന്ന ഒരു ശക്തിക്കെതിരെയല്ലേ രാഹുൽ ഗാന്ധിയെ പോലെ ശക്തനായ ഒരു നേതാവ് പ്രസംഗിക്കേണ്ടത്. അല്ലാതെ കേരളത്തിൽ മാത്രമുള്ള CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ച് അല്ലല്ലോ പറയേണ്ടത്. അദ്ദേഹം ഒരു വൈഡ് പെർസ്പെക്റ്റീവിൽ, രാജ്യത്തിൻ്റെ വൈഡ് പെർസ്പെക്റ്റീവിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യം എന്ന് പറയുന്ന ഒരു പൂച്ചെണ്ട് പോലെയാണ്, വിവിധ നിറത്തിലുള്ള, വിവിധ മണമുള്ള പൂക്കൾ പോലെയാണ്. അതങ്ങനെ തന്നെയാണ് നിൽക്കേണ്ടത്. അല്ലാതെ BJP പറയുന്നത് പോലെ ഒരേ നിറത്തിലുള്ള, എല്ലാം കാവ്യ നിറത്തിലുള്ള, അല്ലെങ്കിൽ എല്ലാം വെള്ള നിറത്തിലുള്ള ഒരു പൂച്ചെണ്ട് പോലെ അല്ല ആകേണ്ടത്. അദ്ദേഹം വളരെ സിംബോളിക്കായിട്ടാണ് ഈ രാജ്യത്തേക്കിൻ്റെ ഡൈവേഴ്സിറ്റിയെക്കുറിച്ച് പറഞ്ഞത്. ഈ രാജ്യത്തിന് എന്തെല്ലാം ഉണ്ടായിരുന്നു, എന്തെല്ലാം രാഷ്ട്രീയ സംസ്കാരം ഉണ്ടായിരുന്നു, ഏത് രീതിയിലാണ് ഈ രാജ്യം മുമ്പോട്ട് പോയിരുന്നത്, അതിനെയെല്ലാം പാട് തച്ചുടർച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഇന്നിപ്പോൾ അമിത്ഷാ ഇംഫാലിൽ പോയിട്ട് പ്രസംഗിച്ചു. മണിപ്പൂരിൽ നടന്ന പീഡനങ്ങൾക്കെതിരെ, മണിപ്പൂരിൽ നടന്ന കലാപങ്ങൾക്കെതിരെ സംസാരിച്ചു. ഈ നിമിഷം വരെ അമിത്ഷാ എവിടെയായിരുന്നു? ഈ നിമിഷം വരെ ഈ BJPയുടെ നേതാക്കന്മാരൊക്കെ എവിടെയായിരുന്നു? ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ വലിയ അക്രമങ്ങൾ നടക്കുമ്പോൾ, വൈദികർക്കെതിരെ നടക്കുമ്പോൾ, ആരാധന നടത്താൻ കഴിയാതെ വരുമ്പോൾ, പള്ളികൾ തച്ചുടയ്ക്കുമ്പോൾ അപ്പോഴൊന്നും മിണ്ടാതിരുന്ന BJP ഇപ്പോഴെന്തിനാണ് മണിപ്പൂരിൽ പോയത്? മണിപ്പൂരിൽ അത്രയും കലാപമുണ്ടായിട്ട് രക്ഷണ ഇന്ത്യയുടെ പാർലമെന്റിൽ പറഞ്ഞിട്ടില്ല, പ്രധാനമന്ത്രി പറയാൻ അനുവദിച്ചിട്ടില്ല, പ്രതിപക്ഷാംഗങ്ങളെ അനുവദിച്ചിട്ടില്ല. അതുപോലെ തന്നെ അഴിമതി ഒരു വശത്ത് നടക്കുന്നു. ഇവിടെ ശ്രീ സമ്പത്ത് പറഞ്ഞതുമായി കൂട്ടിച്ചേർത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പറയുന്നത് 4 തരത്തിലാണ് അതിൻ്റെ അഴിമതി നടത്തിയിരിക്കുന്നത്. ഒന്ന് പ്രീപെയ്ഡ് ബ്രൈബ് എന്ന് പറയും. അതായത് ആദ്യം പണം കൊടുക്കുക, പിന്നെ അവർക്ക് അഴിമതി നടത്താൻ, കമ്പനികൾക്ക് അഴിമതി നടക്കാൻ, കോർപ്പറേറ്റുകൾക്ക് അഴിമതി നടത്താനുള്ള അവസരം കൊടുക്കുക. മറ്റൊന്ന് പോസ്റ്റ് പെയ്ഡ് ബ്രൈബാണ്. ആദ്യം അത്തരത്തിൽ ചെയ്യുക, പിന്നീട് റെയ്ഡ് നടത്തുക. പോസ്റ്റ് റെയ്ഡ് ബ്രൈബ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റെയ്ഡ് നടത്തുക. റെയ്ഡ് നടത്തിക്കൊണ്ട് അവരിൽ നിന്ന് പണം അപഹരിക്കുക, ഷെൽ കമ്പനികളിൽ നിന്ന് പണം അപഹരിക്കുക. ഞാൻ ചോദിച്ചോട്ടെ, PM കെയർ ഫണ്ട് എന്ന് പറഞ്ഞ് കോവിഡ് കാലഘട്ടത്തിൽ ഉൾപ്പെടെ എല്ലാ CSR ഫണ്ട്, എല്ലാ കോർപ്പറേറ്റുകളുടെയും കമ്പനികളുടെയും CSR ഫണ്ട് പ്രൈം മിനിസ്റ്റർ ഫണ്ടിലേക്ക് വന്നല്ലോ. അതിനെന്ത് സുതാര്യതയാണുള്ളത്? KVS ഹരിദാസ് അതിന് മറുപടി പറയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആ പണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് റൈറ്റ് ടു ഇൻഫർമേഷന്റെ പരിധിയിൽ വരുന്നതല്ല. എന്തുകൊണ്ടാണ് ആ പണത്തെക്കുറിച്ച് പറയാത്തത്? നിങ്ങൾ എങ്ങോട്ടാണ് അത് കടത്തിക്കൊണ്ടുപോയത്? ഈ രാജ്യത്ത് ഇത്രയും അധികം അഴിമതി നടത്തിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാജ്യം കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് 100% ശരിയാണ്. താങ്കൾക്ക് എന്താണ് അതിന് മറുപടി പറയാനുള്ളത് എന്നുള്ളത് ഞാൻ ചോദിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അഗ്നിപഥ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ഡിഫൻസ് എന്ന് പറയുന്നതിന്
ഈ രാജ്യത്തിന്റെ ഡിഫൻസ് എന്ന് പറയുന്നതിന് ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് ആയുധമാക്കി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉപയോഗിച്ചിട്ടില്ല. കോൺഗ്രസ് ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉപയോഗിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. പക്ഷേ BJP ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ ഡിഫൻസിനെ പോലും ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി. പുൽവാമ, സത്യപാൽ മാലിക് വിളിച്ചു പറഞ്ഞില്ലേ, സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞില്ലേ ജമ്മു കാശ്മീരിന്റെ ഗവൺമെന്റ്. ഇപ്പോൾ ഈ അഗ്നിപഥ് എന്ന് പറയുന്ന ചെറുപ്പക്കാരെ 4 വർഷത്തേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് ശ്രീ KVS ഹരിദാസ് പറയണം, ആത്മാർത്ഥതയുണ്ടെങ്കിൽ പറയണം, നമ്മുടെ ചെറുപ്പക്കാരെ മുഴുവൻ 4 വർഷത്തേക്ക് കൊണ്ടുപോയി തിരിച്ചു പറഞ്ഞു വിടുന്ന ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള ഉദ്യമമാണ്? ഞാൻ വളരെ കൃത്യമായി പറയുന്നു, RSSന് വേണ്ടി, RSSന് മിലിറ്റന്റ് ആയിട്ടുള്ള ചർച്ചയാവും. പ്രത്യേകിച്ച് അഗ്നിപഥും അഗ്നിവീറും ഒക്കെ അല്ല, അതിനെ ഒന്നും അഡ്രസ് ചെയ്യുന്നില്ലല്ലോ അഭിലാഷേ. അതിനെ ഒന്നും അഡ്രസ് ചെയ്യാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്രയും തവണ കേരളത്തിൽ വന്നിട്ടും തയ്യാറാകുന്നില്ല. അതാണ് പോയിന്റ്. ഇവിടെ ശ്രീ KVS ഇപ്പോ പ്രധാനമന്ത്രി ഇനി ഞാൻ തമിഴ്നാട്ടിലേക്കില്ല എന്ന് പറഞ്ഞു. കാരണം അവിടെ അടുത്ത ദിവസം പ്രചരണം അവസാനിക്കും. കേരളത്തിലെ സംബന്ധിച്ച് പ്രധാനമന്ത്രിക്ക് ഇനിയും വരാം. ഇനി വരുന്നുണ്ടോ, അങ്ങനെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രധാനമന്ത്രി എത്ര ദിവസം ഇവിടെ വരുന്നോ, എത്ര യോഗങ്ങളിൽ അഡ്രസ് ചെയ്യുന്നോ, അതനുസരിച്ച് ഈ ദേശീയ വിഷയങ്ങൾ ഇവിടെ ദീപ്തി മേരി വർഗീസ് ഒക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇലക്ട്രൽ ബോണ്ട് തൊട്ട് അഗ്നിവീർ വരെയുള്ള കാര്യങ്ങൾ ചർച്ചയാവും. അപ്പോൾ ഇവിടെ ലോക്കലി നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്, കേരളം പോലൊരു സൊസൈറ്റി ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ ഉണ്ടാക്കുക? നരേന്ദ്രമോദി ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയല്ലേ? BJPയുടെ ഏറ്റവും സമുന്നതനായ പോപ്പുലർ ലീഡറാണ് അദ്ദേഹം. രാജ്യം മുഴുവനും യാത്ര ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ്. പക്ഷേ അതിനു മുമ്പ് അദ്ദേഹം പലവട്ടം ഈ രാജ്യമെമ്പാടും യാത്ര ചെയ്തിരുന്നു. ഇതുപോലെ രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും പോയിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയെക്കുറിച്ച് അഭിലാഷ് കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പണ്ടാരും പോകാറില്ല. മോഡിയെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുള്ള സുഹൃത്തുക്കളോട് പറഞ്ഞത് എല്ലാ മാസവും 2 ദിവസമെങ്കിലും എല്ലാ മന്ത്രിമാരും വടക്ക് കിഴക്കൻ മേഖലയിൽ പോകണമെന്നാണ്. അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കണമെന്നാണ്. അവിടുത്തെ വികസന പ്രവർത്തനത്തിൻ്റെ ഗതിവിഗതികൾ പരിശോധിക്കണമെന്നാണ്. അല്ലാതെ തീർത്ഥാടനത്തിന് പോകാനല്ല, ടൂറിസത്തിന് പോകാനല്ല. അതാണ് മോഡിയുടെ വ്യത്യസ്തത. അതാണ് അദ്ദേഹം ഭരണത്തിൽ കൊണ്ടുവന്ന വ്യത്യസ്തത. രാജ്യം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാതെ പോകാൻ പറ്റുമോ? ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ മാറിയത് മോഡിയുടെ കീഴിലല്ലേ? ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ കുതിക്കുന്ന ചിത്രം നമ്മൾ കാണുന്നില്ലേ? അത് മോഡിയുടെ കാലഘട്ടത്തിലല്ലേ? എല്ലാ മേഖലയിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലേ? എല്ലാ മേഖലയിലും മാറ്റം ഉണ്ടായിട്ടില്ലേ? നിങ്ങൾ ഇറങ്ങി പോകുമ്പോൾ കടക്കണിയിലായിരുന്നു രാജ്യം, കടക്കണിയിലായിരുന്നു. പണ്ട് നിങ്ങളും നിങ്ങളുടെ കൂട്ടരും ഭരിക്കുമ്പോഴാ സ്വർണം കൊണ്ട് വിദേശത്ത് പണയം വെച്ചത്. നാണംകെട്ട ചരിത്രം ഇവിടെ വിശേഷിപ്പിക്കുക. നിങ്ങൾ പറഞ്ഞ കേൾക്കൂ. എത്രയായിരുന്നു നിങ്ങളുടെ പോകുന്ന സമയത്തെ നമ്മുടെ ജി ഡി പിയുടെ മൊത്തം GDP എത്രയായിരുന്നു? ഇന്ന് എത്രയാ? പരിശോധിക്കൂ നിങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ രാജ്യ താല്പര്യം നോക്കിയേ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളൂ. രാജ്യത്തിന് വേണ്ടിയേ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഓരോ തീരുമാനം എടുക്കുമ്പോൾ അത് രാജ്യത്തിന് എത്രത്തോളം ഗുണകരമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ അഴിമതി കേസുകളിലെ അന്വേഷണം വളരെ വേഗത്തിൽ പല സ്ഥലത്തും നടക്കുന്നത്. പലരും ജയിലിലായിട്ടുണ്ട്. ഇപ്പൊ നടക്കുന്ന കാര്യം പറയുമ്പോൾ ഒരു വലിയ പ്രശ്നം ശ്രീ KVS, BJPയിലേക്ക് വരുന്ന ആളുകളുടെ എല്ലാ അഴിമതി ആ നിമിഷം മുതൽ ആവിയായി പോകും. BJPയെ എതിർത്ത് നിൽക്കുന്ന ആളുകളുടെ അഴിമതി മാത്രമേ അന്വേഷിക്കപ്പെടുകയുള്ളൂ. ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് കഴിഞ്ഞ ദിവസം പുറത്തു കൊണ്ടുവന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറി ഉണ്ടല്ലോ. രാജ്യത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് 25 പ്രമുഖ രാഷ്ട്രീയക്കാർ BJPയിലേക്ക് മാറി കേസ് നേരിടുന്നവർ, പ്രമുഖർ, അവരുടെ 23 പേരുടെയും കേസ് ഇല്ലാതായി പോയതിനെ കുറിച്ച്. അഭിലാഷേ, ഞാൻ അതിലൊരു വ്യക്തത വരുത്താം. ഇപ്പൊ നിങ്ങളുടെ ആക്ഷേപമാണ് നിങ്ങൾ പറഞ്ഞത്. ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നു എന്ന് ഞാൻ ആ വാർത്ത കണ്ടില്ല. നിങ്ങൾ പറഞ്ഞു. അല്ല, വേണ്ട, നിങ്ങൾ വേണമെന്നല്ല. ഞാൻ അതിനൊരു മറുപടി എനിക്കുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയുള്ള ആക്ഷേപമുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന എല്ലാ വിഷയത്തിലും സുപ്രീം കോടതിയിൽ പോകുന്ന പ്രതിപക്ഷ നേതാക്കന്മാരുണ്ടല്ലോ. അവർക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ വാദിക്കാൻ കോട്ടിട്ട് നിൽക്കുന്ന വക്കീലന്മാരുണ്ടല്ലോ. ഈ പ്രശ്നങ്ങൾ സുപ്രീം കോടതിയിൽ അവർ കൊണ്ടുവരട്ടെ.
ഇത്തരം കേസിൽ അഴിമതി ആരോപണം ഉണ്ടായിരുന്നു, അയാൾക്കെതിരായിട്ടുള്ള അന്വേഷണം അവസാനിപ്പിച്ചു. നിങ്ങൾ പോകട്ടെ, ഇവർ പോകട്ടെ, പ്രതിപക്ഷത്തുള്ളവർ പോകട്ടെ. എന്തുകൊണ്ടാണ് പോകാത്തത്? അന്വേഷണം നടന്നിരുന്നു, ശരിയായിരിക്കും. അല്ലാതെ നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ നാട്ടിൽ പ്രതിപക്ഷത്തിന് പോലും വലിയ പ്രതീക്ഷ നൽകുന്ന, വിശ്വാസം അർപ്പിക്കാൻ കഴിയുന്ന ഒരു ജുഡീഷ്യൽ സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. ഇവർ കോടതി പോകട്ടെ എന്ന്, ഇവർ ഉന്നയിക്കട്ടെ ഈ വിഷയങ്ങൾ. അല്ല, ഇതിപ്പോ അന്വേഷണ ഏജൻസികൾ കേസ് ഒഴിവാക്കിയതിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ കോടതിയിൽ പോവുക എന്നുള്ളതാണോ നടപ്പ് രീതി? എനിക്കറിയില്ല. എന്നാലും ഞാൻ വാർത്ത വായിക്കാം. സിൻസ് 2014 25 opposition leaders facing corruption probe crossed over to BJP. 23 of them got reprieve. എത്ര പേര്? അല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കൂ, വാർത്ത അവിടെ ഇരിക്കട്ടെ. നമ്മുടെ ശരത് പവാറിന്റെ മരുമകൻ തൊട്ടതിനും പിടിച്ച എത്ര പ്രമുഖരായ നേതാക്കൾ, അശോക് ചവാൻ, നിങ്ങൾ ഏറ്റവും വലിയ ആരോപണം ഉന്നയിച്ച അശോക് ചവാൻ, ബാബ സിദ്ദിഖി, നവീൻ ജിൻഡാൽ, ജ്യോതി മിർദ, എത്രയോ ആളുകൾ, ഹിമന്ത ബിശ്വ ശർമ്മ, ഇപ്പോഴത്തെ നിങ്ങളുടെ മുഖ്യമന്ത്രി, CM രമേശ്, ഹസൻ മുഷ്രിഫ്, രൺധീർ സിംഗ്, ഇങ്ങനെ ഒരുപാട്, സുവേന്ദു അധികാരി, ഞാൻ പറഞ്ഞത് ലിസ്റ്റ് വലിയ നീളമുള്ള ലിസ്റ്റാണ്. അപ്പോൾ അഴിമതിക്കെതിരെ ഞങ്ങൾ ഭയങ്കരമായിട്ട് അന്വേഷണം നടത്തുന്നു എന്ന് പറയരുത്. BJP ചേരാത്ത ആളുകൾക്കെതിരെ അന്വേഷണം നടത്തുന്നു എന്ന് പറയുന്നതായിരിക്കും അതിന്റെ ശരിയായ ഒരു രീതി. അഭിലാഷിന്റെ നിലപാടിനുള്ള വിശദീകരണമാണ് ഞാൻ നൽകിയത്. ഞാൻ പറഞ്ഞല്ലോ, ആക്ഷേപമുണ്ടെങ്കിൽ മോഡി സർക്കാർ ചെയ്യുന്ന, അല്ലെങ്കിൽ മോഡി സർക്കാരിൻ്റെ കീഴിൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് എടുക്കുന്ന നിലപാടുകൾ വിശ്വാസമില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് സുതാര്യമല്ലെങ്കിൽ, യു ഹാവ് ദ ഫ്രീഡം ടു ഗോ ടു ദ അപ്പെക്സ് കോർട്ട്. അത് കോടതിയിൽ പോവാം എന്നുള്ളതാണ് അതിനുള്ള ഓപ്ഷൻ. എനിക്കൊരു ഇടവേള എടുക്കേണ്ട സമയം അല്ല, എല്ലാ കാര്യത്തിലും. അല്ല, വേറെ കാര്യം കൂടി, എന്താ മോഡി ചെയ്ത്? അല്ല, മോഡി എന്താ ചെയ്തത്? കേരളത്തിൽ എന്താ നടക്കുന്നത്? ഈ രണ്ടും കൂടിയുള്ള ഒരു താരതമ്യ പഠനത്തിനുള്ള അവസരം കൂടിയല്ലേ ഇത്? കേരളത്തിൻ്റെ ടൂറിസം പൊട്ടൻഷ്യൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? കേരളത്തിൻ്റെ ആയുർവേദം പോലുള്ള സൗകര്യങ്ങൾ നമ്മൾ കേരളത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ? കേരളത്തിൻ്റെ പൊതുനിരത്തുകൾ നരേന്ദ്രമോദി വേണ്ടി വന്നില്ലേ നിർമ്മിക്കാൻ? ഇതുപോലെ ഓരോ കാര്യത്തിലും ഇവിടെ കെടുകാര്യസ്ഥതയും അഴിമതിയും ബാക്കി എന്തൊക്കെയോ ചെയ്യാമോ അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഒരു കാര്യത്തിൽ ഇവിടെ ഒന്നും നടക്കുന്നില്ല, അവിടെ എല്ലാം നടക്കുന്നു എന്നുള്ളതാണ്. ഇടവേള എടുക്കേണ്ട സമയം അതിക്രമിച്ചു. ഇടവേളയ്ക്ക് ശേഷം ഞാൻ മടങ്ങിയെത്താം. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ചർച്ചയ്ക്ക് ശേഷം നമുക്ക് മാതൃഭൂമി ന്യൂസ് PMARC അഭിപ്രായ സർവേയിലേക്ക് പോവേണ്ടതുണ്ട്. കേരളം മുഴുവൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അധിക സമയം എടുക്കുന്നില്ല. ഇവിടെ നേരത്തെ ശ്രീ KVS പറഞ്ഞു, ഇതാണ് കേരളം കണ്ടുപഠിക്കേണ്ടത്, ഒരു കമ്പാരിസൺ നടത്തിയാലെന്ന്. തൃപ്തികരമാണോ? നമുക്ക് അതുകൊണ്ട് ഇത് ഞാൻ ഈ കാണിക്കുന്നത് KVS ഹരിദാസ് ചേട്ടൻ്റെ പാർട്ടിയുടെ BJPയുടെ പ്രകടന പത്രികയിലെ ഒരു പുറമാണ്. ഇവിടെ കൊച്ചിയിലെ വാട്ടർ മെട്രോയുടെ അതിൻ്റെ പടമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് ഞങ്ങൾ അംഗീകരിച്ചതിന് നന്ദി. നിങ്ങളുടെ ആരുടെയും വലിയ സഹായവും കാരുണ്യവും ഔദാര്യവും കൊണ്ടല്ലല്ലോ ഈ കേരളം ഇത്തരത്തിലുള്ള നേട്ടങ്ങളെല്ലാം നേടിയിട്ടുള്ളത്. മറ്റൊരു കാര്യം, കോൺഗ്രസ് ഈ കാര്യത്തിൽ ഇവിടെ ഇന്ത്യയിൽ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ് ആർജവത്തോടുകൂടി നിലകൊള്ളുന്നതിന് പകരം മൃദു ഹിന്ദുത്വ നിലപാടിലേക്ക് മാറുന്നത് തെറ്റാണ്. അത് കുറ്റകരമായ അനാസ്ഥയാണ്. അവരുടെ നിരവധി നേതാക്കൾ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അവരെടുത്തിട്ടുള്ള നിലപാട് അതൊന്നും തന്നെ ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ഇന്ന് കോൺഗ്രസിൻ്റെ തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ, ഈ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശാനുസരണം ഇന്ത്യ ഗവൺമെൻറ് ചില വേട്ടപ്പട്ടികളെ കെട്ടഴിച്ചു വിടുന്നത് പോലെ കേന്ദ്ര ഏജൻസികൾ അഴിച്ചങ്ങ് വിട്ടാൽ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങ് അമ്പേ തകർന്നു പോകും, CPMകാരെല്ലാം പേടിച്ചു പോകും, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടി ജലധാരാ പ്രവാഹം ഉണ്ടാവും എന്നൊക്കെയാണ് അവരുടെ ഒരു സങ്കല്പം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ചിറകിലേറി ഞങ്ങൾക്ക് അങ്ങനെ വിജയത്തിൻ്റെ കൊയ്ത്ത് നടത്താം എന്നൊക്കെയായിരിക്കും ധാരണ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ ഉൾപ്പെടെയുള്ളവർ പരാജയപ്പെട്ടതാണ്, ശരിയാണ്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാൻ കോൺഗ്രസേ ഉള്ളൂ. അതുകൊണ്ട് ഇനിയും ഒരു മതനിരപേക്ഷത മുന്നണിക്ക് അത് ഇത്തരം കാര്യങ്ങൾ അതെല്ലാം കോൺഗ്രസ് ആണ് ഇവിടെ രാജ്യം ഭരിക്കേണ്ടത്. അങ്ങനെ ഇപ്പോൾ ഡിച്ചിങ് അമേധി ആൻഡ് റീച്ചിങ് വയനാട് അല്ലേ, അങ്ങനെയെല്ലാം വന്നപ്പോൾ ഈ ചക്ക പ്ലാവിൽ നിന്ന് വീണപ്പോൾ മുയൽ ചത്തതുകൊണ്ട് ഇക്കുറിയും എല്ലാ കൊമ്പിലും ചക്കയുണ്ടെന്നും ചക്കയെല്ലാം വീഴുന്നത് കാത്ത് മുയലിരിപ്പുണ്ടെന്നും ആ മുയലിനെ എല്ലാം വേവിച്ചെടുക്കാമെന്നും കോൺഗ്രസിനൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും. കേരളത്തിൻ്റെ മനസ്സ് ഇടതുപക്ഷത്താണ് എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ഹൃദയവും ഇടതുപക്ഷത്ത് തന്നെയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിനൊരു സേ ഉണ്ട്. ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഇടതുപക്ഷം നടത്തിയിട്ടുള്ള ഇടപെടലുകളുണ്ട്. അതാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ഒന്നാം UPAയിൽ അത്തരത്തിൽ പരിപാടിയുടെ ഭാഗമായിട്ട് വിവരാവകാശ നിയമം കൊണ്ടുവന്നത്. അതിലടക്കമാണ് ഇന്ന് BJP വെല്ലുവിളിയടക്കം നേരിടുന്നത്. ഇപ്പോൾ KVS ഹരിദാസ് ചേട്ടൻ ചോദിക്കുന്നത്
പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിലേക്ക് പോകുന്നത്, താൻ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നുള്ള നിലയിലേക്കാണ് പറയുന്നത്. ശരിയാണ്, അദ്ദേഹത്തിന്റെ ആ ഒരു ദേഷ്യമല്ല നമുക്ക് മനസ്സിലാവും. എന്താണെന്ന് വെച്ചാൽ ബിൽക്കിസ് ബാനുവിന്റെ കേസിൽ 14 കൊല്ലക്കാലം അവർക്ക് സംരക്ഷണം നൽകി ആ വേട്ടയാടലിൽ നിന്ന് ആ സ്ത്രീയെ നിലനിർത്തിയ സഖാവ് സുഭാഷിണി അലി അടക്കമുള്ളവരും CPIM വഹിച്ചൊരു പങ്കുണ്ട്. തീരുന്നില്ല. ഇലക്ട്രൽ ബോണ്ട് കേസിൽ ഏക രാഷ്ട്രീയ കക്ഷി പോലും CPIM. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലുള്ള മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയും റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നതും അത് CPM-ന്റേതാണെന്ന് പറയാൻ നാണമില്ല. 8 കാലം മുന്നിന്റെ സ്വഭാവമല്ലേ അത്? എങ്ങനെയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി CPM-ന്റേതാവുന്നത്? മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് സഹോദരി അത് വന്നത്. നിങ്ങൾ 60 കൊല്ലം ഭരിച്ചപ്പോഴും ഇത് ഭരണത്തിൽ തന്നെ ഇരുന്നതാണ്. നിങ്ങളെ തിരുത്തിക്കാൻ ഞങ്ങൾക്കേ കഴിയൂ. പദ്ധതി വന്നത്. എനിക്ക് തർക്കിക്കാൻ സമയമില്ല. സൂപ്പർ പ്രൈം ടൈമിന്റെ ചർച്ചയ്ക്കുള്ള സമയം കഴിഞ്ഞു.